SNDP യോഗത്തിന്റെ സമാരാധന ജനറൽ സെക്രട്ടറി എന്താണ് പറയുന്നത്? അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരല്ല, അദ്ദേഹം പറയുന്ന മുസ്ലിം ലീഗിനോടാണ്, ഒരു രാഷ്ട്രീയ കക്ഷികളോടാണ്. അദ്ദേഹത്തെ കല്ലെറിയുവാനോ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുവാനോ അദ്ദേഹത്തിനെതിരെ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ പുറപ്പെടുവിച്ചാലോ SNDP യോഗത്തിന്റെ പ്രവർത്തകർ അടങ്ങിയിരിക്കില്ല. യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ നിലയ്ക്ക് നിർത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും. ഇവിടെ കോൺഗ്രസിനെ വിമർശിക്കാം, കമ്മ്യൂണിസ്റ്റിനെ വിമർശിക്കാം, BJPയെ വിമർശിക്കാം. അതുപോലെ തന്നെ മാത്രമുള്ളൂ മുസ്ലിം ലീഗിനെയും വിമർശിക്കുന്നത്. ആ മുസ്ലിം ലീഗിനെ അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നവമാധ്യമങ്ങളുടെ സമുദായ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. ഇല്ല ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും. വെള്ളാപ്പള്ളി നടേശനെതിരായിട്ടുള്ള യൂത്ത് ലീഗിന്റെ മുദ്രാവാക്യം വെളിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഇപ്പോൾ ചങ്ങനാശ്ശേരിയിൽ ഒരു പ്രതിഷേധ പ്രകടനം നടക്കുകയാണ്. SNDP യോഗം ചങ്ങനാശ്ശേരി യൂണിയന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ പ്രകടനം നടത്തുന്നത്. ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോയ സാഹചര്യം നമുക്കറിയാം. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ തന്നെ തൊടുപുഴ നഗരത്തിൽ യൂത്ത് ലീഗ് ഒരു ആഹ്ലാദ പ്രകടനം നടത്തിയിരുന്നു. ആ ആഹ്ലാദ പ്രകടനത്തിലാണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെതിരെയും NSS ജനറൽ സെക്രട്ടറി G സുകുമാരൻ നായർക്കെതിരെയും വലിയ രീതിയിലുള്ള വിദ്വേഷപരമായ മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകർ രംഗത്തെത്തിയത്. ഇത് വലിയ വിവാദമായതാണ്. ഇതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ഇപ്പോൾ SNDPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നത്. ഇതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കോട്ടയം ചങ്ങനാശ്ശേരിയിലും ഇത്തരത്തിലൊരു പ്രതിഷേധം നടക്കുന്നത്. ഇല്ല ഇല്ല നടക്കില്ല, ഇല്ല ഇല്ല നടക്കില്ല, ഇല്ല ഇല്ല യൂത്ത് ലീഗ് തിരിച്ചടിക്കാൻ കട്ടായം. VD സതീശന്റെ നേതൃത്വത്തിൽ ഇന്നൊരു പുതിയ മന്ത്രിസഭ അധികാരമേറ്റിരിക്കുകയാണ്. SNDP യോഗം അതിന് എല്ലാവിധ ആശംസകളും ഒക്കെ അർപ്പിക്കുകയാണ്. പക്ഷേ ഇവിടെ ജനാധിപത്യമാണ്. ആ ജനാധിപത്യത്തെ മതാധിപത്യത്തിൻ്റെ കയ്യൂക്കുകൊണ്ട് സാധാരണക്കാരായിട്ടുള്ള ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തെ അടിച്ചമർത്തുവാനും സമുദായത്തിൻ്റെ നേതാക്കന്മാരെ, അത് ഹൈന്ദവ നേതാക്കന്മാരെ ആക്ഷേപിക്കുവാൻ അത്തരം പ്രവണതകൾ ഉണ്ടാകുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കുവാൻ പറ്റുന്ന വിഷയങ്ങളല്ല. അതുകൊണ്ടാണ് ഇന്ന് തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത്. ജനാധിപത്യമാണ് ഇവിടെ വാഴേണ്ടത്. 63 MLA-മാരെ തെരഞ്ഞെടുത്ത കോൺഗ്രസിന് പോലും ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. അത് കണ്ടെത്തുവാൻ വേണ്ടി ഒരിടത്ത് പോയി അട്ടിപ്പേറ് കിടക്കേണ്ട സാഹചര്യം ഉണ്ടാവുക. അവർ കടന്നു വരുന്ന ആളുകൾ ആ മതാധിപത്യത്തെക്കുറിച്ച് മാത്രം സംസാരിക്കാൻ, മതേതരത്വം പറഞ്ഞു നടക്കുന്ന ആളുകൾ മതേതരത്വത്തിൻ്റെ മറവിൽ ഇവിടുത്തെ ഭൂരിപക്ഷത്തെ വെല്ലുവിളിക്കുന്ന അവസ്ഥ. ഞങ്ങളുടെ SNDP യോഗത്തിൻ്റെ സമാരാധ്യനായ ജനറൽ സെക്രട്ടറി ഈ സമുദായത്തിന് ശക്തമായിട്ടുള്ള മേൽവിലാസം ഉണ്ടാക്കിയതെന്ന് അവശത അനുഭവിക്കുന്ന ഒരു ഭൂരിപക്ഷ സമുദായത്തിന് വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആളാണ്. അത്തരം ആളുകളെ നവമാധ്യമങ്ങളിലൂടെ ആക്ഷേപിക്കുന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകരെ നിലയ്ക്ക് നിർത്തണമെന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അല്ലെങ്കിൽ ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകും. ഞങ്ങൾ തെരുവിലിറങ്ങും. അത് വലിയ പ്രശ്നങ്ങളിലേക്ക് കടന്നു പോകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സുസ്ഥിരവും സമാധാനപരമായ ഒരു ഭരണമാണ് നമ്മുടെ ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് വിശേഷിപ്പിക്കുന്ന കേരളത്തിന് ആവശ്യമുണ്ടാകും. ഇവിടെ എല്ലാ മതങ്ങളും തിങ്ങിപ്പാർക്കുന്നുണ്ട്. എല്ലാ മതങ്ങൾക്കും അവരുടെ താല്പര്യങ്ങളുമുണ്ട്. പക്ഷേ ഇവിടെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽപ്പെട്ടുള്ള ആളുകൾ കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, BJP ആയിക്കോട്ടെ, അതുപോലെ മാത്രമേ ഞങ്ങൾ ഇവിടുത്തെ യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെ കാണുന്നുള്ളൂ. ആ മുസ്ലിം ലീഗിനെ വിമർശിക്കാനുള്ള അവകാശം ഇവിടുത്തെ ഓരോ പൗരനുമുണ്ട്. ഇവിടെ കോൺഗ്രസിനെ വിമർശിക്കാം, കമ്മ്യൂണിസ്റ്റിനെ വിമർശിക്കാം, BJPയെ വിമർശിക്കാം. അതുപോലെ തന്നെ മാത്രമുള്ളൂ മുസ്ലിം ലീഗിനെയും വിമർശിക്കുന്നത്. ആ മുസ്ലിം ലീഗിനെ അതിന്റെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ, അതിന്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ നവമാധ്യമങ്ങളുടെ സമുദായ നേതാക്കന്മാരെ ആക്ഷേപിക്കുന്ന പ്രവണത അവസാനിപ്പിക്കണം. ഇല്ല ശക്തമായ തിരിച്ചടികൾ ഉണ്ടാകുമെന്ന് മാത്രമാണ് സൂചിപ്പിക്കാനുള്ളത്. SNDP യോഗത്തിന്റെ എല്ലാ യൂണിയനുകളും ശക്തമായ പ്രതിഷേധവുമായി നിരത്തിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. മതേതരത്വമുള്ള ഈ രാജ്യത്ത് ഇന്നിവിടെ മതാധിപത്യമാണ് കൊടികുത്തി വാഴുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ നാളുകളായി ഇവിടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട്. അവർ പറയുന്നത് അവർ മതേതര പാർട്ടിയാണെന്നാണ് പറയുന്നത്. എന്നാൽ അതിൻ്റെ തന്നെ സമുന്നതനായ ഷാജി എന്ന് പറയുന്ന നേതാവ് പറയുന്നത് മതമാണ് 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 പ്രശ്നം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുന്നത് ഇത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ള സംഘടനയാണെന്ന് ഒരു ഭാഗത്ത് പറയുകയും അവരെ മതേതര മുഖം ചാർത്തിക്കൊണ്ട് ഇന്നിതാ പുതിയതായി കടന്നു വന്നിരിക്കുന്ന മന്ത്രിസഭയിലേക്ക് ഈ മതത്തിന് മതാധിപത്യത്തിന് ആഹ്വാനം ചെയ്ത മന്ത്രി വരെയാണ് കടന്നു വരുന്നത്. SNDP യോഗത്തിന്റെ സമാരാധന ജനറൽ സെക്രട്ടറി എന്താണ് പറയുന്നത്? അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരല്ല, അദ്ദേഹം പറയുന്ന മുസ്ലിം ലീഗിനോടാണ്, ഒരു രാഷ്ട്രീയ കക്ഷികളോടാണ്. അദ്ദേഹം പറയുന്നു, മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളോടല്ല പറയുന്നത്, മറിച്ച് ഇവിടെ മുസ്ലിം ലീഗ് കാണിക്കുന്ന മതാധിപത്യത്തിനെതിരെയാണ് ഞാൻ പറയുന്നത്. ഇവിടെ തുല്യനീതി ഉണ്ടാവണം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഭൂരിപക്ഷം പറയുന്നത് കേൾക്കലാണ്.
ഇവിടെ ഭൂരിപക്ഷ സമുദായമായ ഈഴവരുടെ അവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോൾ അതുണ്ടാകണമെന്നാണ് ആദരണീയ ജനറൽ സെക്രട്ടറി പറയുന്നത്. അത് പറയുന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ കല്ലെറിയുവാനോ അദ്ദേഹത്തിന്റെ കോലം കത്തിക്കുവാനോ അദ്ദേഹത്തിനെതിരെ വിഷം ചീറ്റുന്ന പ്രസ്താവനകൾ പുറപ്പെടുവിച്ചാലോ SNDP യോഗത്തിന്റെ പ്രവർത്തകർ അടങ്ങിയിരിക്കില്ല. ഞങ്ങൾ ശക്തമായ പ്രതിഷേധ പരിപാടികളിലേക്ക് പോകും. പുതിയ മന്ത്രിസഭ ഇന്ന് നിലവിൽ വന്നു. അവരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത്തരത്തിൽ മതാധിപത്യം കാണിക്കുന്ന യൂത്ത് ലീഗിനെയും മുസ്ലിം ലീഗിനെയും കടിഞ്ഞാടിട്ടില്ലെങ്കിൽ ശക്തമായി ഭരണസ്തംഭനമുണ്ടാക്കുന്ന തരത്തിൽ ഞങ്ങൾ നിരത്തുകളിലേക്ക് ഇറങ്ങുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു സൂചനയാണ് ഞങ്ങൾ നടക്കുന്നത്. ഇനിയും ഇത്തരത്തിൽ ആവർത്തിച്ചാൽ ഉറപ്പായും SNDP യോഗത്തിന്റെ ഭൂരിപക്ഷ സമുദായത്തിന്റെ മുഴുവൻ പ്രവർത്തകരും ഈ നിരത്തുകളിലേക്ക് ഇറങ്ങുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്. ഇല്ലെങ്കിൽ ജനാധിപത്യം വാഴുന്ന തരത്തിൽ ഉചിതമായ തീരുമാനമെടുത്തുകൊണ്ട് വർഗീയ ശക്തികളെ തുരത്തണമെന്ന് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. Katayo.